വ്ളോഗ്. അപ്പം നിങ്ങൾ എല്ലാവരും തംബ്നെയിൽ കണ്ട പോലെ ഇറ്റ് ഈസ് എ ബർത്ത്ഡേ വ്ളോഗ്. ആരുടെ ബർത്ത്ഡേ ആണ് ഗൈസ്? ഇറ്റ്സ് മൈ ബർത്ത്ഡേ. എല്ലാവരും എന്നെ വിഷ് ചെയ്തോളൂ കമന്റിൽ ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ, സോ ഇന്ന് ഓഗസ്റ്റ് 21 ആണ് ഗൈസ്. ഞാൻ ജനിച്ച് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ള ഒരു വെരി സ്പെഷ്യൽ ഡേ ആണ്. സോ എനിക്ക് ബർത്ത്ഡേസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ളൊരു ദിവസമാണ്. സാധാരണ നമ്മൾ കുട്ടികൾക്കാണല്ലോ ഇങ്ങനെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിട്ട് കാണുന്നത്. എന്നോട് ചില ആൾക്കാരൊക്കെ ഇപ്പോഴും ചോദിക്കാറുണ്ട് ഇത്രയൊക്കെ പ്രായമായിട്ടും ബർത്ത്ഡേ എന്താ ഇത്ര എക്സൈറ്റ്മെൻറ്റ്, കൊച്ചുകുട്ടിയാണോ എന്നൊക്കെ. സോ ഈ പറയുന്നത് എൻ്റെ ഒരു വ്യൂ ആണ്. നമ്മൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എക്സൈറ്റ്മെൻറ്റും സന്തോഷമുള്ള ദിവസവും എനിക്ക് ഫീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്കായിട്ട് ഡിസൈഡ് ചെയ്ത അല്ലെങ്കിൽ തീരുമാനിച്ചൊരു ദിവസം, ഇപ്പോൾ ശ്രുതി ഓഗസ്റ്റ് 21 അങ്ങനെയെന്ന് ദൈവം തീരുമാനിച്ച് നമ്മുടെ പാരൻസിൻ്റെ ബ്ലെസ്സിങ്സോടെയും എല്ലാവരുടെയും സന്തോഷവും ചിരിയും ഒക്കെ ആയിട്ട് നമ്മളെ ഈ വേൾഡ് വെൽക്കം ചെയ്തൊരു ദിവസമാണ് അല്ലേ നമ്മുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ദൈവം തീരുമാനിച്ച് നമ്മളെ വിട്ടൊരു ദിവസം നമ്മുടെ ലൈഫിന് മുന്നോട്ട് അങ്ങോട്ട് ജീവിക്കാൻ, സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും അപ്സ് ആയാലും ഡൗൺസ് ആയാലും അച്ചീവ്മെൻറ്റ്സ് ആയാലും കുറേ ലെസൺസ് ആയാലും എല്ലാം നമ്മൾ ജീവിച്ച് തീർക്കാനായിട്ടൊരു ദിവസം തീരുമാനിച്ച് നമ്മൾ വിട്ട ഒരു ഡേ ആണ്. അപ്പോൾ ആ ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഏത് ദിവസമാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ആ ഒരു ദിവസം ഇപ്പോൾ കുറേ പാർട്ടി, ബഹളം, ഒച്ച, ഭയങ്കര ഗ്രാൻഡ് സെലിബ്രേഷൻ അങ്ങനെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിക്കണേ. ഒന്നുമില്ലെങ്കിൽ പോലും അന്നത്തെ ഒരു ഡേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുക, എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് തന്നെ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്യുക. അങ്ങനെ ആ ഒരു ഡേ നമ്മളൊരു സാധാ ദിവസം പോലെ പോകേണ്ട ഒരു ദിവസമേ അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് എൻ്റെ കാഴ്ചപ്പാട് മാത്രമാണ്, അങ്ങനെ ആവണം എല്ലാവർക്കും ഒന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു വ്യൂവിൽ എനിക്കിപ്പോൾ 60s 70s 90s ആയാൽ കൂടി പോലും ഞാൻ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യും. എനിക്ക് സെലിബ്രേറ്റ് ചെയ്യണം സന്തോഷത്തോടെ, ആ എക്സൈറ്റ്മെൻറ്റോടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ടച്ച് വുഡ് അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. ആൻഡ് എന്താ പറയുക, ദൈവനെ അതിനുവേണ്ടി ബ്ലെസ് ചെയ്യട്ടെ. അപ്പോൾ എനിക്കിപ്പോൾ ഓഗസ്റ്റ് മന്ത് ആയി തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇങ്ങനെ ഓഗസ്റ്റ് 21 എൻ്റെ ബർത്ത്ഡേ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് വരും. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നല്ല ഡ്രസ്സ് എടുക്കണം, ഡെക്കറേഷൻ ചെയ്യണം, കേക്ക് കട്ട് ചെയ്യണം, ഗിഫ്റ്റ് കിട്ടണം, ഗിഫ്റ്റുകൾ തുറന്നു നോക്കണം. അങ്ങനെയൊക്കെ കൊച്ചുകുട്ടികൾക്ക് എങ്ങനെ അതേപോലെ തന്നെ എനിക്ക് ഇപ്പോഴും ഇനിയും അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ. എനിക്ക് തോന്നുന്നില്ല ഞാൻ മാറുമെന്ന്. അപ്പോൾ ഓരോ വട്ടവും ബർത്ത്ഡേ സെലിബ്രേഷൻസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ ആവില്ല അടുത്ത ബർത്ത്ഡേ. ഞാൻ അടുത്ത ബർത്ത്ഡേ ചിലപ്പോൾ ഇനിയിപ്പോൾ ഒന്നും എനിക്ക് കുറച്ചും കൂടി കാമായിട്ടുള്ള ബർത്ത്ഡേസ് ആവണമെന്നുണ്ടാവാം, ചിലപ്പോൾ സോളോ ട്രിപ്സ് പോകണമെന്നുണ്ടാവും, അങ്ങനെയൊക്കെ ആവാം. ബട്ട് എന്തൊക്കെയായാലും എൻ്റെ ബർത്ത്ഡേ എന്നുള്ള ആ ഒരു ഡേ ഞാൻ എന്തായാലും സെലിബ്രേറ്റ് ചെയ്ത് എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് ഇരിക്കണം എന്നാണ് ആഗ്രഹം. നമ്മൾ എല്ലാ ദിവസവും അങ്ങനെ തന്നെ ഇരിക്കണം, പക്ഷേ ഇത് ജീവിതമല്ലേ, നമുക്ക് എല്ലാ ദിവസവും അവിടെ ഇരിക്കാൻ പറ്റില്ലല്ലോ. ബട്ട് ബർത്ത്ഡേ ആണ് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. ഓക്കെ, പിന്നെ കമ്മിങ് ടു ദ ഡേ, ഇന്നത്തെ നമ്മുടെ പരിപാടികൾ ഞാൻ അപ്പോൾ രാവിലെ കുളിച്ച് ഞാൻ നേരത്തെ എണീറ്റു ഗൈസ്. ബർത്ത്ഡേയുടെ എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ തലയിൽ നിൽക്കുന്നത് രാവിലെ എണീറ്റ് കുളിച്ചു, പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായി. അപ്പോൾ അനീഷിനൊന്ന് വർക്ക് ഉണ്ട്, അത്യാവശ്യമായിട്ട് ജോലിയുള്ള കാരണം അനീഷിനൊന്ന് ലീവൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അനീഷ് ജോലിക്കായിട്ട് പോയി. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. നമുക്കിപ്പോൾ ബർത്ത്ഡേ ആയിട്ട് ഇവിടെ വേറെ ആരും ലഞ്ച് കുക്ക് ചെയ്ത് തരാൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ കുക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് അപ്പവും ചിക്കൻ സ്റ്റൂ ആണ്. അപ്പം ഞാൻ പോയി അതെല്ലാം കുക്ക് ചെയ്യട്ടെ. പിന്നെ ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തു കേട്ടോ. എനിക്ക് ബർത്ത്ഡേ ഡ്രസ്സിന് ആരും പറയുന്നത് വെച്ചാൽ എല്ലാ കൊല്ലവും ബർത്ത്ഡേ ഡ്രസ്സ് എനിക്ക് എടുത്തു തരുന്നത് എൻ്റെ അമ്മയാണ്. എനിക്കാണെങ്കിൽ ഒരു ബിലീവാണ്, ആ വർഷം അമ്മ തന്ന ഡ്രസ്സ് ഇട്ട ബർത്ത്ഡേയുടെ അന്ന് എനിക്ക് ആ ഒരു വർഷം നല്ലതായിരിക്കും, അമ്മയുടെ ആ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ടാവും. എനിക്കെന്തോ അമ്മ എനിക്ക് വിശ്വാസം. അപ്പം നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമില്ല. അപ്പം അതേപോലെ എനിക്കുള്ളൊരു വിശ്വാസമാണ് ബർത്ത്ഡേയുടെ അന്ന് എൻ്റെ അമ്മ എടുത്തിരുന്ന ഡ്രസ്സ് എനിക്ക് ഇടണം എന്നുള്ളത് കേട്ടോ. അപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഓഗസ്റ്റ് മന്ത് ആകുമ്പോൾ തന്നെ ഇപ്പം ഞങ്ങൾ ഒമാനിലോട്ടൊക്കെ മാറിയ ശേഷം ഓഗസ്റ്റ് മന്ത് ആകുമ്പോഴേക്കും തന്നെ അമ്മ പൈസ ഇട്ടിട്ടുണ്ടാവും അക്കൗണ്ടിലേക്ക് പോയി ഡ്രസ്സ് എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഞാനും അനീഷും കൂടി പോയി ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 21 ആണ്, തേഴ്സ്ഡേ. ലാസ്റ്റ് ഫ്രൈഡേ നമ്മൾ പോയിട്ട് ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വരൂ. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ബാക്കിലേക്ക് ലാസ്റ്റ് ഫ്രൈഡേയിലേക്ക് കൊണ്ടുപോകാം. അപ്പം നിങ്ങൾ എൻ്റെ ഷോപ്പിംഗ് വീഡിയോ, ബർത്ത്ഡേ ഡ്രസ് ഷോപ്പിംഗ് വീഡിയോ ഒക്കെ കണ്ടു വരുമ്പോഴേക്കും ഞാൻ ചിക്കൻ സ്റ്റൂ ഒക്കെ ഉണ്ടാക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ പോയിട്ട് വരൂ ഗായ്സ്.
ഐശ്വര്യ എവിടേക്കാ പോണത്? ബർത്ത്ഡേ ഷോപ്പിംഗിന് പോവാ. ഹാപ്പി ഗൈസ്. ഹാപ്പി എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ഇതാ ഫ്രണ്ടിൽ തന്നെ കിടപ്പുണ്ട് എൻ്റെ ശത്രു പൂച്ച. പൂച്ചേനെ കണ്ട എനിക്ക് പുല്ലിനെ കാണുന്ന മാതിരിയുള്ളൊരു പേടിയാണ്. ആ പരിസരത്ത് തന്നെ ഞാൻ ഓടി ഒളിക്കും. ഞാൻ അതാ വേഗം അത് കാരണം ഓടുകയാണ് കാറിലേക്ക് കയറിയിരിക്കാനായിട്ട്. യെസ് ഗൈസ്, നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മോളിലേക്കാണ്. നമ്മൾ ഒമാൻ അവന്യൂസ് മോളിലേക്കാണ് പോകുന്നത്. എൻ്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങിനായിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ബർത്ത്ഡേ എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉള്ള കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഷോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒന്നും പറയാനില്ല ഗൈസ്. സോ ബർത്ത്ഡേക്ക് ഷോപ്പിങ്ങിന് പോകുന്നത് നമ്മൾ ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് വീക്ക് പോകണമെന്ന് വിചാരിച്ചു, പക്ഷേ നമ്മൾ കുറച്ച് തിരക്കായതുകൊണ്ട് പറ്റിയില്ല. സോ നമ്മളിന്ന് ഇറങ്ങിയിട്ടുണ്ട്, കുറേ കടകൾ കയറി ഇറങ്ങി ഞാൻ എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ബർത്ത്ഡേ ഡ്രസ്സ് എടുക്കുന്നതായിരിക്കും. സോ ലെറ്റ്സ് ഗോ. എന്നെപ്പോലെ ഈ ബർത്ത്ഡേയ്സൊക്കെ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് നോക്കിക്കാണുന്ന എത്ര പേരുണ്ട്? ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വന്ന് കമൻറ്റിൽ പറയണം കേട്ടോ, എനിക്കൊരു കൂട്ടായല്ലോ. അപ്പോൾ നേരെ നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. കാര്യം ഫുഡ് മുഖ്യം ബിഗിലേ. നമ്മൾ പോകുന്ന ഒമാൻ അവന്യൂസ് മോളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഐക്യ. ഇവർ ഇന്ത്യ കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഐക്യ പോയി ഫുഡ് കഴിച്ച ശേഷം വേണം നമുക്ക് ഷോപ്പിങ്ങിന് പോകാനായിട്ട്. ആദ്യം തന്നെ ഞാൻ പോയത് മാക്സ് ഔട്ട്ലെറ്റിലേക്കാണ്. അധികം സമയമൊന്നും അവിടെ കിടന്ന് ചുറ്റിത്തിരിയേണ്ടി വന്നില്ല. ഒന്നും കിട്ടാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി തൊട്ടടുത്തുള്ളൊരു കടയിലേക്ക് കയറി. ഇതൊരു പുതിയ കടയാണ് ഗൈസ്. ഞാൻ ഇതുവരെ ഈ ഒരു ഷോപ്പ് ഈ മോളിൻ്റെ അകത്ത് കണ്ടിട്ടില്ല. ഈ കടയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് എന്താന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു. എന്തായാലും ഇവിടെ നിന്നൊരു ഡ്രസ്സ് കിട്ടും എന്നുള്ളൊരു കോൺഫിഡൻസും വന്നു. ഈ ഷോപ്പ് അവർ സെറ്റ് ചെയ്തേക്കുന്നത് കളർ തീമിലാണ്. ഓരോ സെഷൻസും ഓരോ കളേഴ്സിലായിരുന്നു. നിയോൺ കളേഴ്സ് ഉണ്ടായിരുന്നു, ഗ്രീൻ കളേഴ്സ്, പിന്നെ ഒരു സെഷൻ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ യെല്ലോ, ബേബി പിങ്ക്, ബ്ലൂ, അങ്ങനെ അങ്ങനെ നല്ല നല്ല കളേഴ്സിലാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് അതുകൊണ്ട് തന്നെ ആ ഷോപ്പിൻ്റെ അകത്ത് നല്ലൊരു പോസിറ്റീവ് വൈബും ഒരു ക്ലിയർ വിഷൻ ഉണ്ടായിരുന്നു. ഓക്കെ, എന്തെവിടെ എങ്ങനെ എടുക്കണം ഏതാണ് അങ്ങനെയൊക്കെയുള്ള ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡൊക്കെ ഉള്ള പോലത്തെ ഒരു ഷോപ്പായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ഡ്രസ്സിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഫാഷൻ സെൻസ് ഉള്ള ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. സ്വാതി അനീഷിനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാൾക്കാരും ഇവർ തന്നെയാണ് ഡ്രസ്സ് എടുക്കാനായിട്ട്. അനീഷിനെ സംബന്ധിച്ചിടത്തോളം ഇന്നേ വരെ എനിക്ക് ഡ്രസ്സിന് ഒരു റെസ്ട്രിക്ഷൻസും വെക്കാത്ത ഒരാളാണ് അനീഷ്. എനിക്ക് കംഫർട്ടബിളും ഇഷ്ടമായിട്ടുള്ള എന്തൊരു ഡ്രസ്സും എനിക്കിടാം, വൾഗറായിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ചില സമയത്ത് എന്നെക്കാളും നല്ല ഡ്രസ്സെല്ലാം സെലക്ട് ചെയ്യുന്നത് അനീഷാണ്. ചെറിയ കുട്ടി ഫ്രോക്സ്, സ്ലീവ്ലെസ് ടോപ്സ്, ഷൂസ്, ഹാറ്റ്സ് ഒക്കെ. എന്നിട്ട് എന്നോട് പറയും ഇങ്ങനെ പേരീസ് റൂ അങ്ങനെ പേരീസ് റൂ എന്നൊക്കെ പറയും. എന്നെ നന്നായി ഡ്രസ്സ് ചെയ്ത് കാണുന്നതും അനീഷിനും ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് സ്വാതിയാണ് ഞങ്ങളുടെ വീട്ടിലെ ഒഫീഷ്യൽ ഫാഷൻ ഡിസൈനർ. സ്വാതി ഒരു ഡ്രസ്സ് എടുത്തോ എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണടച്ചെടുക്കാൻ പറ്റും ഗൈസ്. എനിക്ക് 100% ഷുവർ ആയിരിക്കും ആ ഡ്രസ്സ് എനിക്ക് പെർഫെക്റ്റ് ആയിരിക്കും എന്ന്. അനീഷ് കുറച്ചധികം ഡ്രസ്സൊക്കെ എനിക്ക് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളപ്പോൾ ഇതെല്ലാം ഇട്ട് നോക്കാമെന്നും പറഞ്ഞ് ട്രയൽ റൂമിൽ കയറിയിട്ടുണ്ട്. നല്ല വിശാലമായിട്ടുള്ള ട്രയൽ റൂമായിരുന്നു. അതുകൊണ്ട് ഞാൻ സാവധാനം വീഡിയോ ഒക്കെ എടുത്ത് ഓരോ ഡ്രസ്സൊക്കെ ഇട്ട് സ്വാധീനെ കാണിച്ച് അപ്രൂവലൊക്കെ വാങ്ങിക്കായിരുന്നു. സാധാരണ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ അധികം സമയമൊന്നും എടുക്കില്ല. ഞാൻ ക്വിക്കായിട്ട് ഡ്രസ്സ് എടുക്കുന്ന ഒരാളാണ്. സ്വാതി അനീഷ് എന്നൊക്കെ പറഞ്ഞാൽ മണിക്കൂറോളം എടുക്കും ഒരു ഡ്രസ്സ് എടുക്കാനായിട്ട്. പക്ഷേ ഈ തവണ എന്ത് പറ്റിയെന്ന് അറിയില്ല, ഒരു 2.5 മണിക്കൂർ എടുത്തു എനിക്ക് ബർത്ത്ഡേ ഡ്രസ്സ് ഫിക്സ് ചെയ്യാനായിട്ട്. പാവം അനീഷ് 2.5 മണിക്കൂറും ക്ഷമയോടെ എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഞാൻ ഡ്രസ്സ് എടുത്തത് ഈ ഷോപ്പിൽ നിന്നാണ്, ദ കോട്ടൺ. ഹേ ഗായ്സ്, അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഒക്കെ കണ്ടല്ലോ. അപ്പോൾ ഏത് ഡ്രസ്സാണ് ഞാൻ എടുത്തതെന്ന് അറിയാനായിട്ട് ബാക്കി വീഡിയോ കാണൂ. അപ്പോഴേക്കും നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടു വന്നപ്പോഴേക്കും ഞാൻ ചിക്കൻ സ്റ്റൂ ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. കമോൺ, ഞാൻ കാണിച്ചു തരാം എൻ്റെ സ്റ്റൂ. എൻ്റെ
മിക്ക ഡിഷസിൻ്റെ റെസിപ്പി എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ്. ഈ ചിക്കൻ സ്റ്റൂവും ഞാൻ അമ്മ പറഞ്ഞു തന്ന പോലെയാണ് വെക്കാറുള്ളത്. ചില സമയത്തൊക്കെ അമ്മ ഉണ്ടാക്കുന്നേക്കാളും നന്നായിട്ടാട്ടോ ഞാൻ വെക്കുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ നന്നായിട്ട് പാചകം ചെയ്യും. എൻ്റെ അച്ഛൻ്റെ കൈപ്പുണ്യാണ് എനിക്ക് കിട്ടിയെന്നും പറഞ്ഞ് ഞാൻ പോയി അമ്മയെ ചൊറിയാറുമുണ്ട്. അമ്മ അതൊട്ട് തർക്കിക്കാറുമില്ല കേട്ടോ. ചില സമയത്തൊക്കെ അമ്മയെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ക്രേവിങ്സ് വരും. അപ്പോൾ അമ്മയോട് ചോദിച്ച് അമ്മ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് കഴിച്ചു തന്നാൽ അത് കേട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ശരിക്കും അമ്മ ഉണ്ടാക്കി തരുന്ന പോലെ ഇരിക്കും. ഇടയ്ക്ക് സ്വാതി ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പറയാറുണ്ട്, അമ്മ ഉണ്ടാക്കുന്ന കറി പോലെ ഉണ്ടെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാട്ടോ. ചിക്കൻ സ്റ്റൂ ഒക്കെ റെഡിയായി. അനീഷ് വന്നു. ഞാനും അനീഷും കൂടി വെള്ളയപ്പവും ചിക്കൻ സ്റ്റൂ ഒക്കെ കഴിച്ച് സന്തോഷമായി. രാത്രി തന്നെ അനീഷ് ചെറിയൊരു കേക്ക് ഒക്കെ തന്ന് എന്നെ സർപ്രൈസ് ചെയ്തായിരുന്നു. ആക്ച്വലി അതൊരു സർപ്രൈസ് അല്ല, ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നതാണ്. കാര്യം ഇപ്പം എൻ്റെ ബർത്ത്ഡേയിലും അനീഷിൻ്റെ ബർത്ത്ഡേയിലും ആരുടെ ബർത്ത്ഡേയിലും നമ്മൾ 12 മണിക്ക് എന്തെങ്കിലും ഒരു മധുരം, കേക്കോ സ്വീറ്റ്സോ എന്തെങ്കിലും ആയിട്ട് നമ്മൾ കഴിക്കാറുള്ളതാണ്. അത് ഒരു സ്ഥിരമായിട്ടുള്ളൊരു റിച്വലാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ അനീഷ് ഓഫീസിൽ നിന്ന് വന്നപ്പോഴേ കേക്കൊക്കെ വാങ്ങിച്ച് ബാഗിൽ ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട് ഫ്രിഡ്ജിൽ കൊണ്ട് ഞാൻ കാണാതെ ഒളിപ്പിച്ചൊക്കെ വെച്ചിരുന്നു കേട്ടോ. എന്നിട്ട് നല്ല ഒരു ഗ്രീൻ കളർ കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. കാര്യം ഗ്രീൻ എൻ്റെ ഫേവറേറ്റ് കളറാണ്. അതുകൊണ്ട് തന്നെ ഗ്രീൻ കളർ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നമ്മൾ കേക്കെല്ലാം 12 മണിക്ക് കട്ട് ചെയ്തായിരുന്നു. പിന്നെ നാട്ടിൽ നിന്ന് കസിൻസും റിലേറ്റീവ്സും ദുബായിൽ നിന്ന് അമ്മയും സ്വാതിയും എല്ലാവരും വിളിച്ചായിരുന്നു. ഗ്രൂപ്പ് കോളൊക്കെ ഇട്ട് ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു, വിഷസ് ഒക്കെ പറഞ്ഞു. അനീഷിൻ്റെ പാരൻസും ഒക്കെ വിളിച്ചു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇന്നലെ രാത്രി 12 മണി മുതലേ ഒരു ഹാപ്പി ഒരു ബർത്ത്ഡേ വൈബിലാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഇതിൻ്റെ ഒപ്പം കണ്ടു പൊക്കോളൂ. കിടന്ന് നല്ല ഉറക്കമായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു കോള് വന്നു, ഇതേപോലെ നിങ്ങൾക്കൊരു ഓർഡർ ഉണ്ട് ലൊക്കേഷൻ ചോദിച്ചിട്ട്. അപ്പോൾ അനീഷ് വന്ന സമയമായിട്ടില്ല. അപ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്, ഇതെന്തോ സർപ്രൈസ് ആണ്. ദുബായിൽ നിന്നായിരിക്കും, ആരെ കൊടുത്തിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് സർപ്രൈസ് ആയി തോന്നുന്നു. അപ്പോൾ അവരിപ്പോൾ താഴെ എത്തിയെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റ് നമ്പർ ചോദിച്ചിട്ടാണ് വിളിച്ചത്. അപ്പോൾ ഞാൻ വേഗം ക്യാമറ എടുത്ത് വേഗം ഈ വീഡിയോ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ തുറന്ന് നോക്കാം ഒരു ബെല്ലടിക്കുമ്പോൾ. ഓക്കെ, ഞാൻ പ്രതീക്ഷ പോലെ തന്നെ ദുബായിൽ നിന്നുള്ള സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ഞാൻ പ്രതീക്ഷിക്കാതെ 2 കൊറിയർ ഉണ്ടായിരുന്നു ഗൈസ്. ഈ കാണുന്നത് അമ്മയും സ്വാതിയും കൂടി കൊടുത്തു വിട്ടതാണ്. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ബർത്ത്ഡേ പിക്കാട്ടോ. കല്യാണത്തിന് മുമ്പുള്ള എൻ്റെ ലാസ്റ്റ് ബർത്ത്ഡേ ഞങ്ങൾ ദുബായിൽ അടിച്ചു പൊളിച്ചതിൻ്റെ ഫോട്ടോ ആണ്. ആൻഡ് അതിൽ എഴുതിയിരുന്ന വേർഡിങ്സും എന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. പിന്നെ എൻ്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് ഫെറോറോ റോഷർ റോസ് ഫ്ലവേഴ്സ് ആൻഡ് കേക്കായിരുന്നു. ഈ കാണുന്ന കപ്പ് കേക്കും ഫ്ലവേഴ്സും ഒക്കെ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്തുള്ള കമ്പനിയിൽ നിന്നുള്ള എൻ്റെ കൊളീഗ്സ് ഫ്രണ്ട്സാണ് കൊടുത്തുവിട്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ എന്താ ഞാൻ പറയേണ്ടത് ഗൈസ്, ഐ ജസ്റ്റ് ഫീൽ സോ ബ്ലെസ്ഡ്. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്നപ്പോഴേക്കും സമയം ചടപടയെന്നും പറഞ്ഞ് പോയിട്ടുണ്ട് ഗൈസ്. ഞാൻ വേഗം ഫ്രഷായി വന്ന് വേഗം തന്നെ മേക്കപ്പ് ഇട്ട് ഇറങ്ങാൻ പോവുകയാണ്. കാര്യം നമുക്ക് 9 മണിയാകുമ്പോഴേക്കും അനീഷ് ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിലേക്ക് എത്തണം. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞാൻ ഈ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പ് ഇടുന്ന സമയത്ത് ശരിക്കും മിസ് ചെയ്തിരുന്ന ആൾ ലക്ഷ്മിയാണ്. ലക്ഷ്മിയായിരുന്നു എൻ്റെ ഒഫീഷ്യൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്. സത്യം പറഞ്ഞാൽ ഞാൻ മേക്കപ്പ് ഇടാനൊക്കെ കുറേ പഠിച്ചത് ലക്ഷ്മി ഇടുന്ന കണ്ടിട്ടാട്ടോ. ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു, കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഇറങ്ങാണ്. ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് ഫുഡ്. അനീഷ് അവിടെ റെഡി ആവുന്നു.
എവിടേക്കാണ് പോകുന്നത്, എന്താ പ്ലാനെന്ന് ഒന്നും എനിക്കറിയില്ല. എല്ലാം അനീഷ് സർപ്രൈസ് ആക്കി വെച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനെ ഞാൻ ആദ്യം കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ട്, ദൈവമേ ഈ ചെക്കൻ എന്താ ഇങ്ങനെയെന്ന്. കാര്യം അനീഷ് എന്നെ വെച്ച് നോക്കുമ്പോൾ സംസാരിക്കാനും എക്സ്പ്രസ് ചെയ്യാനൊക്കെ വളരെ കുറവാണ്. പക്ഷെ അവിടെ നിന്ന് ഇന്ന് ഈ ബർത്ത്ഡേ ഇത്ര അടിപൊളിയാക്കാനുള്ള വലിയൊരു കാരണം അനീഷ് തന്നെയാണ്. എൻ്റെ കൊച്ചു കൊച്ചു ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് എനിക്ക് ചെറിയ ചെറിയ സർപ്രൈസുകളും ഗിഫ്റ്റുകളും സന്തോഷങ്ങളും പിന്നെ വാതോരാതെ സംസാരിക്കാനായിട്ടും ഒരു വിശേഷത്തിന് ശേഷം അടുത്ത വിശേഷം പറയാനും കുട്ടിക്കളി കളിക്കാനും ചിരിക്കാനും കളിക്കാനും ഒക്കെ അനീഷ് പഠിച്ചിരിക്കണം. ഇതൊക്കെ എൻ്റെ കൂടെ കൂടിയ ശേഷം ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം. പക്ഷേ അതിനു വേണ്ടിയൊക്കെ അനീഷ് എടുക്കുന്ന എഫേർട്ട് ചില്ലറയൊന്നും അല്ല ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മനസ്സിലാക്കിയാണ് അനീഷ് ചില സർപ്രൈസുകൾ തരാറുള്ളതെന്ന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡിഫറെൻറ്റ് റെസ്റ്റോറൻറ്റ്സും അതേപോലെ ഡിഫറെൻറ്റ് കുസീൻസും ട്രൈ ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലാക്കാനായിട്ട് അനീഷ് ഇന്ന് കണ്ടുപിടിച്ച് എന്നെ കൊണ്ടുവന്നേക്കുന്ന ഒരു ഗ്രീക്ക് റെസ്റ്റോറൻറ്റിലാണ്. ഈ ഒരു റെസ്റ്റോറൻറ്റ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പക്ഷേ ഇന്ന് വരെ ഞാനത് കണ്ടിട്ടില്ല. അനീഷ് അത് നല്ലോണം മെനക്കെട്ടിരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ റെസ്റ്റോറൻ്റ് ആണെങ്കിൽ അടിപൊളി വൈബായിരുന്നു. മൊത്തം റെഡ് കളറിൽ അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പോലത്തെ ഒരു തീമായിരുന്നു. തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് നല്ലോണം കടലും കാണാൻ പറ്റുമായിരുന്നു. പ്ലസ് ഹൈലൈറ്റ് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമുക്ക് ലൈവ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ലൈവ് പെർഫോമൻസ് 8 മണിക്ക് ശേഷം ആയതുകൊണ്ട് നമുക്ക് കടലിൻ്റെ വ്യൂ അത്രയും കാണാനായിട്ട് പറ്റിയിരുന്നില്ല. ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് ഉണ്ടായിരുന്നു. ആവശ്യത്തിനധികം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് മനസ്സും വയറൊക്കെ നിറഞ്ഞിരിക്കുമ്പോഴാണ് ദാ വരുന്നു അടുത്ത സർപ്രൈസ്. സാധാരണ എനിക്ക് ഈ പറഞ്ഞ നാണം ചമ്മലൊക്കെ കുറച്ച് കുറവുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അന്നത്തെ ദിവസം എന്താ പറയണ്ടേ, നാണവും ബ്ലഷിങ്ങും സന്തോഷവും ഇമോഷൻസിനൊരു റോളർ കോസ്റ്റർ തന്നെയായിരുന്നു. ലൈവ് പെർഫോമൻസ് ചെയ്യുന്ന ആ സിംഗർ എനിക്ക് വേണ്ടിയിട്ട് ബർത്ത്ഡേ സോങ് ഒക്കെ പാടി ലിറ്ററലി പറഞ്ഞത് ഹോൾ റെസ്റ്റോറൻറ്റ് വാസ് ക്ലാപ്പിംഗ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ സോങ് ഒക്കെ പാടി. എൻ്റെ തൊട്ടടുത്തിരുന്ന ഒമാനി കപ്പിൾസൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. സോ ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി എനിക്ക് തന്നത് അനീഷ് അല്ലേ. അപ്പോൾ അതിനുവേണ്ടി അനീഷ് എടുത്തേക്കുന്ന എഫേർട്ട് ചില്ലറയൊന്നും ആയിരിക്കില്ലല്ലോ. ഞാൻ ഈ ഒരു യൂണിവേഴ്സിന് തന്നെയാണ് നന്ദി പറയുന്നത്. കാര്യം എനിക്ക് ചുറ്റും ഇത്രയും നല്ല ആൾക്കാരെ തന്നതിൽ എൻ്റെ അമ്മ, അനീതി, അച്ഛൻ, റിലേറ്റീവ്സ്, കസിൻസ്, ലക്ഷ്മി, ഫ്രണ്ട്സ്, അനീഷിൻ്റെ പാരൻസ്, അങ്ങനെ എത്രയോ ആൾക്കാർ എൻ്റെ സന്തോഷം അവരുടെ സന്തോഷമായി കണ്ട് എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുപാട് ആൾക്കാർ എനിക്ക് ചുറ്റുമുണ്ട്. അതല്ലേ എൻ്റെ ലൈഫ് ഇത്രയും ബ്യൂട്ടിഫുൾ ആക്കിയേക്കുന്നത് അല്ലേ. യെസ് ഗായ്സ്, അങ്ങനെ നമ്മൾ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. അടിപൊളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ ഈ വ്ളോഗ് തുടങ്ങുമ്പോൾ നിങ്ങളോടൊക്കെ പറഞ്ഞ പോലെ ഞാൻ എക്സൈറ്റഡ് ആയിട്ടും ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്ന പോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്നത്തെ ഡേ. ഇന്നലെ രാത്രിത്തെ കേക്ക് കട്ടിങ്ങും ബർത്ത്ഡേ വിഷസും മുതൽ ഇന്ന് വന്ന സർപ്രൈസസും ഒത്തിരി പേര് വിഷ് ചെയ്തു കേട്ടോ. അതേപോലെ തന്നെ അനീഷിൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് എൻ്റെ അമ്മയുടെ സ്റ്റാറ്റസ് കണ്ടിട്ട് അങ്ങനെയൊക്കെ കുറേ ആൾക്കാർ ബർത്ത്ഡേ വിഷസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എന്നെ വിഷ് ചെയ്തതിനും എൻ്റെ ഒരു ബർത്ത്ഡേ ഇത്ര സ്പെഷ്യലാക്കി തന്നെ എല്ലാ ആൾക്കാർക്കും ഒത്തിരി താങ്ക്സ് പറയാണ് ഞാൻ. ഫുഡ് കഴിക്കാൻ പോയ സ്ഥലമായാലും നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്, നല്ല ഫുഡ് പ്ലസ് ആംബിയൻസ് ആയാലും അടിപൊളി ആംബിയൻസ് ആണ്. ലൈക്ക് നമുക്ക് ഒന്നും കുറ്റം പറയാനായിട്ടില്ല. ഫുഡ് 10 on 10 ആണ്, ആംബിയൻസ് 10 on 10 ആണ്, സർവീസും ആൾക്കാരുടെ ഫ്രണ്ട്ലി ബിഹേവിയറും സ്റ്റാഫ്സും ഒക്കെ
പക്കയിൽ 10/10 ആയിട്ടുള്ളൊരു അടിപൊളി റെസ്റ്റോറൻ്റാണ് നമ്മൾ പോയത് ഇന്ന് ഫുഡ് കഴിക്കാനായിട്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പകൽ സമയത്ത് വീഡിയോ ഒരു ഇതെടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. നമ്മൾ പോയപ്പോൾ രാത്രി ആയതുകൊണ്ട് നമുക്ക് ബീച്ച് സൈഡും സീ വ്യൂ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. സോ ഇൻഷാല്ലാ ഞാൻ വ്ളോഗിന് വേണ്ടി മാത്രമായിട്ട് നമ്മളൊരു വട്ടം അവിടെ പോകുന്നുണ്ട്, ഫുഡ് കഴിക്കാനും നിങ്ങൾക്ക് സീനറിയും ഒക്കെ കാണിച്ചു തരാനായിട്ട്. സോ നമുക്ക് എന്തായാലും അവിടെ ഒരു വട്ടം പോയി വ്ളോഗൊക്കെ എടുക്കാം. പിന്നെ എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയപ്പോൾ എന്ന് വെച്ചാൽ കേക്കിൻ്റെ അത് എനിക്കിങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. കാര്യം അനീഷിൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഈ പരിപാടി ചെയ്യാറുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഹിൻ്റ് ഉണ്ടായിരുന്നു ചിലപ്പോൾ അനീഷ് ഇങ്ങനെ ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ളത്. അപ്പം സാധാരണ നമുക്ക് അവർ മ്യൂസിക് ഇടുക അങ്ങനെയൊക്കെ ആയിരിക്കുള്ളൂ. പക്ഷേ ഇത് കേക്കിൻ്റെ ഒപ്പം ലൈവ് ബാൻഡിൻ്റെ പെർഫോമൻസും അവർ നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ സോങ് ഒക്കെ പാടി നമ്മൾ കട്ട് ചെയ്യണൊക്കെ അപ്പോൾ ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് ആയിരുന്നു. പിന്നെ ആ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ. അവരൊക്കെ നമ്മുടെ കൂടെ നിന്നിട്ട് ക്ലാപ്പൊക്കെ ചെയ്തിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടി. ഞാൻ പോകുന്നവരെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാ സ്റ്റാഫ്സും എൻ്റെ അടുത്ത് ഹാപ്പി ബർത്ത്ഡേ മാം, ഹാപ്പി ബർത്ത്ഡേ, ഹാവ് എ ലവ്ലി ഈവനിങ് അങ്ങനെയൊക്കെ വിഷ് ചെയ്തു. സോ നല്ലൊരു ഡേ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ച് വയറ് നിറയെ. അതുമാത്രമല്ല മനസ്സ് നിറയണ ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. സ്വാൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ്, അമ്മയുടെ ഗിഫ്റ്റ്, അനീഷിൻ്റെ ഈ ഒരു സർപ്രൈസ് എല്ലാം കൊണ്ടും എൻ്റെ ഡേ കംപ്ലീറ്റ് ആയ പോലെ ഫീൽ ചെയ്തു. യെസ് ഗായ്സ്, സോ നമ്മൾ ഔട്ട്രോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ചീഫ് ഗസ്റ്റിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് എൻ്റെ ബർത്ത്ഡേ എന്താ പറയാനുള്ളത്? എന്താ പറയാ, ശ്രുവിന് ഇഷ്ടായില്ലേ? അടിപൊളി പരിപാടി ആയിരുന്നില്ലേ? സർപ്രൈസുകളൊക്കെ ഉണ്ടായിരുന്നു. സൂപ്പർ. ഓക്കെ, അത് മതി. ഇതൊക്കെ ഞങ്ങളൊരു ചെറിയ സർപ്രൈസുകളാണ് ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ വ്ളോഗ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. പിന്നെ ഇതേപോലെ നൈസ് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ഒക്കെ വരുന്നുണ്ട്, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗായ്സ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, ബൈ.